സർ, പോലീസ് അതിക്രമങ്ങൾ നിരന്തരമായി സഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലീസുകാരുടെ മേലുള്ള സർക്കാരിൻ്റെ അതിക്രമങ്ങൾ കാരണം സേനയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നത് അടിയന്തര പ്രമേയത്തിൻ്റെ വിഷയമാകുന്നത് ഒരുപക്ഷെ ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. സർ, ആവശ്യത്തിന് സേനാ അംഗങ്ങളെ വിന്യസിക്കാതെ അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് സ്റ്റേറ്റ് സ്പോൺസേഡ് അട്രോസിറ്റിയാണ്. അത് മനുഷ്യാവകാശ ലംഘനമാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. സാർ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 88 പോലീസുകാരാണ് സാർ ആത്മഹത്യ ചെയ്തത്. സാർ, ഈ സമീപകാലത്ത് ജൂൺ 8-ന് സുധീഷ് ആലപ്പുഴ DHQവിലെ പോലീസുകാരനാണ്. ജൂൺ 11-ന് ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ പോലീസുകാരൻ മധു, ജൂൺ 14-ന് വിഴിഞ്ഞം സ്റ്റേഷനിലെ പോലീസുകാരൻ കുരുവിള ജോർജ്, ജൂൺ 24 പാരശ സിറ്റി ട്രാഫിക്കിലെ മദനകുമാർ. സാർ, 6 ദിവസത്തിനിടയിൽ ഈ സഭ സമ്മേളിക്കുന്ന ഇതിനിടയിൽ 6 ദിവസത്തിനിടയിൽ 5 പോലീസുകാരാണ് സാർ ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. സാറ്, ഈ ആത്മഹത്യയുടെ കാരണങ്ങൾ സാർ, പോലീസുകാർ ആത്മഹത്യ ചെയ്തൊരു വിഷയം പറയുമ്പോൾ എന്തിനാണ് സാർ ഇവർ ബഹളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ പോലീസുകാർ നിരന്തരമായി ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ DGPയുടെ ഒരു സർക്കുലർ ഉണ്ടായി സാർ, അതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ട്. അതിൽ ഒരു നിർദ്ദേശമായിട്ട് പറഞ്ഞത് പോലീസുകാരിൽ യോഗ നടപ്പിലാക്കുമെന്നാണ് സാർ. സാർ, ഈ 16ഉം 18ഉം ചില സമയത്ത് 24 മണിക്കൂർ ഡ്യൂട്ടി നോക്കുന്ന ഈ പോലീസുകാരൻ സാർ, എവിടെയാണ് സാർ ഈ യോഗ ചെയ്യാൻ സമയം? സാർ, ഈ പാവപ്പെട്ട പോലീസുകാർക്ക് അതിനുള്ള യോഗമില്ല സാർ. സാർ, അതുകൊണ്ട് ഒരു ശരാശരി പോലീസ് സ്റ്റേഷന്റെ ചുമതലകളിൽ കേസന്വേഷണം, GD, സ്റ്റേഷൻ സെക്യൂരിറ്റി, ജീപ്പ് പട്രോളിംഗ്, ബൈക്ക് പട്രോളിംഗ്, റൈറ്റർ, അസിസ്റ്റന്റ് റൈറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കോടതി ഡ്യൂട്ടി, തപാൽ ഡ്യൂട്ടി, തടവുകാരുടെ അകമ്പടി, പിക്കറ്റ് ഡ്യൂട്ടി, വാഹന പരിശോധന, ഗതാഗത നിയന്ത്രണം, VIP അകമ്പടി, പെറ്റി കേസ് എടുക്കുക, കുറ്റപത്രങ്ങളുടെ എണ്ണം, അതൊക്കെ ടാർജറ്റാണ്. പെറ്റി കേസ് ടാർജറ്റാണ്, കുറ്റപത്രങ്ങളുടെ എണ്ണം തികയ്ക്കൽ ടാർജറ്റാണ്, വാറണ്ട് നടപ്പാക്കൽ, പ്രതിയെ പിടിക്കൽ. ഇതുകൂടാതെയാണ് സാർ ജനമൈത്രി, SPC, പിങ്ക് പോലീസ്, വയോജന ഹെൽപ്പ് ഡെസ്ക്, ശിശു സൗഹാർദ്ദ ഡെസ്ക്. സാർ, പുതിയ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യും. പക്ഷേ പഴയ സ്ട്രെങ്തേ ഉള്ളൂ സാർ. പഴയ സ്ട്രെങ്തിലുള്ള പോലീസുകാർക്ക് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതിങ്ങനെ വീതം വെച്ച് പുതിയ പുതിയ ജോലികൾ കൊടുക്കുകയാണ് സാർ. അതുകൊണ്ട് 8 മണിക്കൂർ ജോലി എന്നത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല സാർ. 8 മണിക്കൂർ ജോലി നടപ്പിലാക്കണം. MK ജോസഫ് കമ്മീഷന്റെ ശുപാർശയാണ് 91-ൽ 8 മണിക്കൂർ ജോലി അവർക്ക് ഇതുവരെ സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല സാർ. അതുപോലെ 174 ഡ്യൂട്ടി. ഞാനൊരു പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ അതേ എന്നോട് പറഞ്ഞത് ആഴ്ചയിൽ 3 174 കിട്ടും. സാർ, ഈ 174 അങ്ങേക്ക് അറിയാമല്ലോ. ഈ 3-4 ദിവസം പഴകിയ മൃതശരീരങ്ങൾ അടച്ചുകൂട്ടിയ വീട്ടിൽ നിന്നൊക്കെ കണ്ടെത്തി അത് ചീഞ്ഞളിഞ്ഞ് ആ മൃതശരീരത്തിന്റെ മുൻപിൽ ഈ ദുർഗന്ധം സഹിച്ച് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ഈ പോലീസുകാരൻ കാത്തിരിക്കണം സാർ. അവർക്ക് സമയത്തിന് ആഹാരമില്ല സാർ, അവർക്ക് ഉറക്കമില്ല സാർ. അങ്ങനെ ഈ പോലീസുകാരന്റെ ദുരിത ജീവിതം, ഈ പോലീസുകാരന്റെ നരക ജീവിതം ഇങ്ങനെ തുടരുകയാണ് സാർ. സാറ്, ഇങ്ങനെയൊക്കെ ഞാൻ ഈ മേൽപ്പറഞ്ഞ ജോലികൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെയ്യണമെങ്കിൽ 59 പോലീസുകാർ വേണം സാർ. അതായത് 18 മണിക്കൂർ 59 പോലീസുകാർ ജോലി ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പൊ 59 പോലീസുകാർ 18 മണിക്കൂർ ജോലി ചെയ്താൽ പിറ്റേ ദിവസത്തേക്ക് വീണ്ടും ഒരു 59 പോലീസുകാർ വേണം ആ സ്റ്റേഷൻ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഫലത്തിൽ 118 പോലീസുകാരുണ്ടെങ്കിൽ മാത്രമേ മേൽപ്പറഞ്ഞ ജോലികൾ നിർവഹിച്ചുകൊണ്ട് സ്റ്റേഷൻ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. സാർ, ഒരു സത്യം അങ്ങ് മനസ്സിലാക്കണം, ഈ സഭ മനസ്സിലാക്കണം. ശരാശരി 44 പോലീസുകാരെ വെച്ചാണ് 118 പോലീസുകാരുടെ ജോലി ഒരു സ്റ്റേഷനിൽ നടക്കുന്നത്. സാർ, ഇതാണ് അമിത ഭാരം എന്ന് പറയുന്നത്. ഈ അമിത ഭാരമാണ് സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ സംഘർഷമാണ് അവരെ വിഷാദ രോഗികളാക്കി മാറ്റുന്നത്. ഈ സാഹചര്യത്തെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സാർ. സാർ, അംഗബലമില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. സേനയിലുള്ള രാഷ്ട്രീയ അതിപ്രസരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാർ, ഈ അംഗബലമില്ല എന്ന് പറഞ്ഞതിന് തെളിവുണ്ട് സാർ. സാറ്, അങ്ങയോട് ഞാൻ പറയട്ടെ, എൻ്റെ കയ്യിലുള്ള രേഖ എന്ന് പറഞ്ഞാൽ 20 ജില്ലാ പോലീസ് മേധാവിമാര് 20 പോലീസ് ജില്ലകളുടെ മേധാവിമാര്
മുകളിലേക്ക് അയച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് സാർ. സാർ അതിൽ അവർ പറയുന്നുണ്ട്, ജില്ലാ പോലീസ് മേധാവികളുടെ റിപ്പോർട്ടാ. ഇപ്പൊ ഞാൻ അങ്ങയുടെ സെക്രട്ടേറിയറ്റിൽ അങ്ങയുടെ തൊട്ടു മുമ്പിലുള്ള കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോലും അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് IOP 1, SI 5, ASI 3, SCPO 12, CPO 44, WSCPO 6, WCPO 8, ഡ്രൈവർ 2. സാറ് ഇത് അവർ അധികമായി ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ട്രെങ്ത് ആണ് സാർ. യഥാർത്ഥ സ്ഥിതി എന്താ? ആക്ച്വൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സാങ്ഷൻ സ്ട്രെങ്തിന്റെ പകുതി പോലും വരുന്നില്ല പല സ്റ്റേഷനിലും. അപ്പോഴാണ് ഇവര് ഈ പോലീസ് സേനയെ നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ ജില്ലാ പോലീസ് മേധാവിമാര് സർക്കാരിനോട് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാർ ഇവിടെ സാർ ഞാൻ സമയക്കുറവുണ്ട്, ചില ഫയൽ നമ്പർ പറയാം സാർ. P4 64 2023 ക്രിയേഷൻ ഓഫ് അഡീഷണൽ പോസ്റ്റ് ഹൈവേ പെട്രോൾ. P1 5 2022 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോർ പോസ്കോ കേസസ്. A2 275 സെക്യൂരിറ്റി ഫോർ ഹോസ്പിറ്റൽ. സാർ അത് പറയാൻ കാരണം വന്ദനാദാസ് എന്ന് പറയുന്ന കോട്ടയത്തുള്ള ചങ്ങനാശ്ശേരിക്കാരിയായ ഡോക്ടറെ കൊട്ടാരക്കര ആശുപത്രിയിൽ വെച്ച് ഒരാൾ കുത്തിക്കൊന്നു. സാർ പിറ്റേ ദിവസം പ്രഖ്യാപനം ഉണ്ടായി, ആശുപത്രികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസുകാരെ നിയോഗിക്കും. സാർ ഇതാ ഫയല്, സെക്യൂരിറ്റി ഫോർ ഹോസ്പിറ്റൽ. സാർ P4 462023. സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ അങ്ങനെ ശ്രദ്ധപ്പെടുത്തുകയാണ്, ഇതെല്ലാം ധനകാര്യ വകുപ്പിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കയ്യിലുള്ള ഫയലുകളാണ്. സാർ ഈ ഫയലുകളിൽ മേൽ തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ അംഗബലമില്ല എന്ന പോലീസുകാരുടെ നിരന്തരമായ പരാതിക്ക് പരിഹാരം ഉണ്ടാകൂ. അങ്ങനെ മാത്രമേ ഈ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. സാർ അക്കാര്യത്തിൽ നടപടിയെടുക്കണം സാർ. സാർ ഇവിടെ അത് മാത്രമാണോ? ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്നും ആളെ എടുത്താണ് നമ്മൾ പുതുതായിട്ട് സൈബർ ഡിവിഷൻ ഉണ്ടാക്കിയത്. ട്രാഫിക് സ്റ്റേഷനിലെ കേസുകൾ ഇപ്പോൾ ലോക്കൽ സ്റ്റേഷനിലേക്ക് മാറ്റി. സാർ ഈ സഭയിലെ അക്ബർ MLAക്ക് അങ്ങ് സബ്മിഷന് മറുപടി കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇനി പുതിയ ട്രാഫിക് സ്റ്റേഷനുകൾ ആരംഭിക്കുന്നില്ല എന്ന്. സാർ അപ്പോൾ ഈ കേസുകളും കൂടി ലോക്കൽ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നിലവിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രയാസം അനുഭവിക്കുന്ന ഞെങ്ങി ഞെരുങ്ങി കഴിയുന്ന പോലീസുകാരുടെ തലയിലേക്ക് ഈ പുതിയ ഭാരം കൂടി അടിച്ചേൽപ്പിക്കുകയാണ് സാർ. സാർ ഈ സ്റ്റേഷനുകളിൽ ഡ്രൈവർമാരുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ പാവം പോലീസുകാരോട് വണ്ടി എടുക്കാൻ പറയും. ഇവർ പോയി വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡന്റ് പറ്റിയാലോ? ഈ പോലീസുകാരന്റെ മേൽ നടപടിയായി 2 ഇൻക്രിമെന്റ് പറയുകയാണ്. ഡ്രൈവർമാരുടെ തസ്തിക ഉണ്ടായിട്ടും അവിടെ ഒഴിഞ്ഞു കിടക്കുന്നതാണ് സാർ പ്രശ്നം. സാർ ഇപ്പോൾ ഈ പഴയ അവസ്ഥയിലെത്തി. ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഫഹദിന്റെ, അതിൽ പറയുന്ന പോലെയാണ് ഈ വരുന്ന വാദിയോടും പ്രതിയോടും പറയാണ് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വരണം, സ്റ്റേഷനറിക്ക് പൈസ കൊടുക്കുന്നില്ല സാർ. സ്റ്റേഷനറി ഇപ്പോൾ വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്നും വാങ്ങിപ്പിക്കുകയാണ്, കാർബൺ പേപ്പറും ഇതുമല്ല. ഞാൻ 2-3 പോലീസ് സ്റ്റേഷനിൽ പോയി സാർ ഇത് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട്. കൊടുത്ത കമ്പ്യൂട്ടർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല സാർ. പോലീസുകാരൻ അവൻ ലാപ്ടോപ്പ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് കേസ് എഴുതുന്നത്. ആ അവസ്ഥയാണ് സാർ. കമ്പ്യൂട്ടർ ഉള്ളത് പ്രവർത്തിക്കുന്നില്ല സാർ. 500 പൗരന്മാർക്ക് ഒരു പോലീസ് എന്നതാണ് നിർദ്ദേശം. സാർ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സാർ ഇവിടെ CPOമാരുടെ സമരം സാർ, അവർ തലമുണ്ടനം ചെയ്ത് മുട്ടിലെഴിഞ്ഞ് ചൈന പ്രദർശനം നടത്തി അവർ ഈ സമരം ചെയ്തു. സാർ ഇവിടെ പോലീസ് അസോസിയേഷന്റെ ആവശ്യം, ജില്ലാ പോലീസ് മേധാവിമാരുടെ ആവശ്യം, സേനയിൽ ആളെ കൂട്ടണം. സാർ ഈ പോലീസിന്റെ റാങ്ക് ലിസ്റ്റുള്ളവര് പ്രിലിംസ് എഴുതി, മെയിൻസ് പാസ്സായി, കായികക്ഷമത പരിശീലനം കഴിഞ്ഞ ആ പരീക്ഷയും പാസ്സായി വന്നവര് അവരിവിടെ റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ട് അവരിവിടെ ശയനപ്രദർശനം നടത്തുന്നു, മുട്ടിലഴയുന്നു, മുണ്ടനം ചെയ്യുന്നു, സർക്കാരിനോട് യാചിക്കുന്നു. കേൾക്കാൻ തയ്യാറായോ സാർ? അംഗബലമില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ആ പാവപ്പെട്ട അവരുടെ അമ്മമാർ കുടുംബം എന്ന് സമരം ചെയ്യുന്നു. അവർ നിരാശയോടുകൂടി ഇവിടുന്ന് മടങ്ങി പോകുന്ന സാഹചര്യം. സാർ ഇവിടെ കുറേ ദിവസമായിട്ട് അസംബ്ലിയിൽ നമ്മൾ മുഴങ്ങി കേൾക്കുന്ന ഒരു വാദഗതിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്നത് കേരളത്തിലാണെന്നാണ്. സാറ് മറ്റു പല സംസ്ഥാനങ്ങളിലും യൂണിഫോം ഫോഴ്സിന് PSC വഴി അല്ല നിയമനം. അവർക്ക് പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡാണ്. പോലീസിലേക്കും മറ്റു യൂണിഫോം ഫോഴ്സിലേക്കും അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിക്കേണ്ടി വരുന്നത്. എക്സൈസ്, ഫയർഫോഴ്സ് ഒക്കെ പ്രത്യേക റിക്രൂട്ട്മെന്റ് ആണ്. ഫയർഫോഴ്സ്, ഫോറസ്റ്റ് ഒക്കെ. സാർ ഇവിടെ ആ വാദം അംഗീകരിച്ചാൽ തമിഴ്നാട് പോലീസിൽ PSC വഴി എടുത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം 0. ഒരാളെ നിയമിച്ചിട്ടില്ല. കാരണം എന്താ? അവിടെ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് ആളുകളെ നിയമിക്കുന്നത്. സാർ ഇനി ആ ന്യായം പറഞ്ഞ് ആളുകളെ പറ്റിക്കരുത് സാർ. സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസുകാരുടെ ആത്മഹത്യയിലേക്ക് പോകുന്ന കാര്യം എന്താണ് സാർ? ഇവർക്ക് ആരോഗ്യപരമായ ഒരു കുടുംബജീവിതത്തിന്റെ പ്രശ്നമുണ്ട്. കാരണം എന്തുകൊണ്ടാ? കുടുംബത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നും ഇവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം 16 മണിക്കൂർ ഡ്യൂട്ടി, 18 മണിക്കൂർ ഡ്യൂട്ടി. ഭാര്യയോടും മക്കളോടും പറയും ഇന്ന് ഒരുങ്ങി റെഡിയായിരിക്കുക, നമുക്ക് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകാം.
സിനിമയ്ക്ക് പോകാം എന്ന് അവർ കാത്തിരിക്കുമ്പോൾ ഇയാൾക്ക് മേലുദ്യോഗസ്ഥൻ പറയുന്നു അടിയന്തരമായി വേറെ ജോലിക്ക് പോകണം. കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. കല്യാണത്തിന് പോകാൻ റെഡിയായി നിൽക്കുന്നു. ഞാൻ സാർ പറഞ്ഞത് ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ട് ഒരു വരി പോലും പറയുന്നില്ല സാർ. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നു. അത് വലിയ സംഘർഷമാകുന്നു, സമ്മർദ്ദമാകുന്നു, വിഷാദ രോഗമാകുന്നു. ചിലരൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർ ആത്മഹത്യ ചെയ്യുന്നു. ചില ആളുകളോ സാർ ഇവിടെ 148 പേരാണ് സാർ സമീപകാലത്ത് VRS എടുത്തു പോയത്. പോയി. ഇനി അപേക്ഷകളുണ്ട്. ഇപ്പൊ പോലീസ് അപേക്ഷ അംഗീകരിക്കുന്നില്ല സാറ്. ഒരു DYSP 6 വർഷം കൂടി സർവീസുള്ള ഒരു DYSP VRS എടുത്ത് ഇപ്പൊ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ജോലി ചെയ്യാണ് സാർ. ഇതാണ് ഈ സേനയുടെ അവസ്ഥ. സാർ ഞാൻ എല്ലാവരോടും 2 മിനിറ്റ് നിർത്തി. സാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സെൻട്രൽ പോലീസ് ക്യാന്റീൻ അനുവദിച്ചത്. ശബരിമല ബസ് സൗജന്യമാക്കിയത്. GD സമയം 24 എന്നുള്ളത് 12 മണിക്കൂറാക്കിയത്. സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകരിച്ചത്. പറാവ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് പിറ്റേ ദിവസം സാർ അവരെ 5000 രൂപയായിട്ട് യൂണിഫോം അലവൻസ് വർദ്ധിപ്പിച്ചത്. ഇതൊക്കെ സാർ ആ കാലത്ത് ചെയ്താണ് സാർ. ജോലി ചെയ്യുന്ന അന്തരീക്ഷം സാർ ഈ മ്യൂസിയം സ്റ്റേഷനിൽ പോയി നോക്കണം സാർ. കുടിസു മുറിയാണ് സാർ, ഇടുങ്ങിയ മുറികളാണ്. വനിതാ പോലീസുകാർക്കാണെങ്കിലോ അവർക്ക് കൃത്യമായ റെസ്റ്റ് റൂമില്ല. വനിതാ പോലീസുകാരിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് സാർ ഇപ്പോ കേൾക്കുന്നത്. രാഷ്ട്രീയ അതിപ്രസരം സാർ. ഇപ്പോ പോലീസ് സ്റ്റേഷനുകളുടെ ഹയറാർക്കി മാറി. രാഷ്ട്രീയക്കാര്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി കൺക്ലൂഡ് ചെയ്യാണ്, അതിലിടപെടുകയാണ്. CPM അനുഭാവികളല്ലാത്ത പോലീസുകാരുടെ പ്രതികാര നടപടികൾ എടുക്കുകയാണ് സാർ. അങ്ങ് ഇടപെടുന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. അപ്പുവും അമലുവും വിഷമിക്കരുത്, നന്നായി പഠിക്കുക. പോലീസിലല്ലാതെ ഏതെങ്കിലും ജോലി നേടിയെടുക്കുക. അമ്മയെ നോക്കുക. ആത്മഹത്യ ചെയ്ത ജോബി ദാസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വാക്കുകളാണ് സാർ. ഇതിനേക്കാൾ വലിയൊരു റിപ്പോർട്ട് സർക്കാരിന് ആവശ്യമുണ്ടോ സാർ? ഇനിയെങ്കിലും ഉണരണം, അടിയന്തരമായി നടപടിയെടുക്കണം. നാട്ടുകാരുടെ മുഴുവൻ പരാതി കേൾക്കുന്ന ഈ പോലീസുകാരുടെ പരാതി കേൾക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. രാഷ്ട്രീയ അതിപ്രസരം അവസാനിപ്പിക്കണം. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ, ഇവിടെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ച പോലീസുകാരുടെ ആത്മഹത്യ, അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സേനയിലുണ്ടാകുന്ന സംഘർഷം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. പക്ഷെ നമുക്ക് ഓരോ ആത്മഹത്യയുടെയും കാരണമെന്തായിരുന്നുവെന്ന ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ സേനയിലുള്ള ചില പ്രശ്നങ്ങളും അവരുടെ സംഘർഷത്തിന് ചിലർക്കിടയാക്കിയിട്ടുണ്ട് എന്നതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മളാരും ഈ ആത്മഹത്യ വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുകയോ അത് നിയന്ത്രിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നവരല്ല. സ്വാഭാവികമായും അതിനെന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നത് ഗൗരവമായി തന്നെ ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സർ, ബഹുമാനായ അംഗത്തിന് യോഗയെക്കുറിച്ച് വല്ലാത്ത തെറ്റിദ്ധാരണയാണുള്ളത്. ഈ ജോലി ഉണ്ടായാൽ പിന്നെ യോഗ പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹത്തിന്. സർ, പലവിധ തിരക്കുകൾക്കിടയിലും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് യോഗ. ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് ബഹുമാനായ വിഷ്ണുനാഥ് ഇരുന്നല്ലോ, അവിടെ ഇരുന്നു കൊണ്ടും യോഗ ചെയ്യാവുന്നതാണ് യോഗയുടെ ശരിയായ രീതി അനുസരിച്ച്. അത് ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ യോഗയെക്കുറിച്ച് അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ടതായിട്ടില്ല. ആ യോഗ മാനസിക സംഘർഷം കുറക്കുന്നതിന് വലിയ തോതിൽ വഴിവെക്കുമെന്നുള്ളത് കൊണ്ടാണ് പോലീസിന് മറ്റെല്ലാ തരത്തിലുള്ള പരിശീലനവും ലഭിക്കുന്നതാണ്. യോഗ കൂടി അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ നോക്കിയത്. അതാണ് ഞാൻ പറഞ്ഞത്, സമയം ഇങ്ങനെയാണ് ഉണ്ടാവുക. ആ സമയം ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഡ്യൂട്ടിയിൽ കഴിയുന്നവർക്ക് യോഗ ചെയ്യാൻ അവസരം ഇല്ലാതില്ല, അത് ചെയ്യാൻ സാധിക്കും. ആ കാര്യം നമുക്ക് പ്രത്യേകമായി വേണമെങ്കിൽ ഏതെങ്കിലും യോഗാ വിദഗ്ധരെ വിളിച്ച് ബഹുമാനായ സ്പീക്കറോട് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റേതായ ഒരു ക്ലാസ് എല്ലാവർക്കും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നാണ് തോന്നുന്നത്.